നമ്മൾ പറയുന്നത് ഫലസ്തീനിൻ്റെ കഥയാണ്. നമ്മൾ പറയുന്നത് ഗസയിലെ മനുഷ്യരെക്കുറിച്ചാണ്. അവരും മനുഷ്യരാണ്, അവർക്കും ജീവിക്കണം. നമ്മളെപ്പോലെ ചിലകളിൽ ഓടുന്നത് ചുവന്ന രക്തം തന്നെയാണ് അവരുടേത്. അവരും വേദന സഹിക്കുകയാണ്. തീകോളം പോലെ മനുഷ്യൻ ഇല്ലാതായി തീരുമ്പോൾ സാധാരണ ജീവിതത്തിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം അസന്തുലിതമായ ഒരു സാഹചര്യത്തിലേക്ക് അവിടെയുള്ള കുട്ടികൾ നടന്നു നീങ്ങുമ്പോൾ ശാന്തമായി ജീവിച്ച അവിടെയുള്ള വയസ്കരായ മനുഷ്യർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒന്നുമില്ലായ്മയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ വർദ്ധിക്കെത്തി ജീവിക്കുന്ന മനുഷ്യർ, ഇന്നലെയിലെ നല്ല സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ട് പോയ മനുഷ്യർ, അവർ ഇന്നലകളിലെ മനോഹരമായ സ്വപ്നങ്ങളെക്കുറിച്ച്, തങ്ങളുടെ നാടിനെക്കുറിച്ച്, അവർ കണ്ട ഏറ്റവും വിപ്ലവകരമായ സ്വപ്നങ്ങളെക്കുറിച്ച് അവർ ഓർത്തെടുക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഭയവിഹ്വലനായി മരണത്തെ കാത്ത് കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യർ, ഏത് സമയത്തും തങ്ങളുടെ വീട് തങ്ങളുടെ ചുറ്റുപാടും ആക്രമിക്കപ്പെടുമെന്നുള്ള ആശങ്കയിൽ കഴിയുന്ന ഒരു കൂട്ടം മനുഷ്യർ. എന്തിനാണ് ആ മനുഷ്യരെ ഇങ്ങനെ ഇല്ലായ്മ കൊല്ലാക്കൊല ചെയ്യുന്നത്? എന്തിനാണ്? ഒരു പിടിമണ്ണിന് വേണ്ടിയിട്ടാണോ 60,000 കുട്ടികളെ ഇല്ലാതാക്കിയത്? എന്തിനു വേണ്ടിയിട്ടാണ് മജ്ജയും മാംസവുമുള്ള മനുഷ്യൻ്റെ ഇത്രമേൽ കൊത്തും ദൂരതകൾ അഴിച്ചുവിടുന്നത്? ഏതൊരു മനസാക്ഷിയുള്ള മനുഷ്യനും ചോദിക്കുന്ന ചോദ്യമാണ്. യുദ്ധം എന്നത് പുറമെ നിൽക്കുന്നവൻ ആശങ്ക മാത്രമായിരിക്കും ഉണ്ടാവുക. ഒരുപക്ഷെ അത് വേദനയുണ്ടാക്കി യുദ്ധം ചെയ്യുന്നവനെ അതുകൊണ്ട് ആനന്ദമായിരിക്കും, അല്ലെങ്കിൽ തന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് വേണ്ടിയില്ല. എന്നാൽ ഈ യുദ്ധം അനുഭവിക്കുന്ന മനുഷ്യർ, യുദ്ധം അനുഭവിക്കുന്ന മനുഷ്യർ എന്തൊരു മാനസികാവസ്ഥയായിരിക്കും അവരുടേത്? ഒരു ജോലിക്ക് പോകാൻ, തൊഴിലെടുക്കാൻ, പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ എല്ലാ പ്രായക്കാരായ മനുഷ്യരും കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു മുനമ്പിൽ, ഗസ എന്ന് പറയുന്ന ഒരു മുനമ്പിൽ നാളെ ലോകത്ത് എന്താണ് വേദന, എന്താണ് ക്രൂരത എന്ന് ചോദിക്കുമ്പോൾ അത് ഗസയോട് കാണിച്ചതാണ്. ഗസയിലെ മനുഷ്യർ അനുഭവിച്ചതാണ് വേദന. ലോകം പറയുന്ന ഒരു കാലമാണ് ഇതിലൂടെയാണ്. അത്രമേൽ ആ മനുഷ്യരെ, അത്രമേൽ ആ സമൂഹത്തെ, അത്രമേൽ ആ വിഭാഗം ജനതയെ ക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള ശ്രമമാണ്. എന്നാൽ വിശ്വാസത്തിൻ്റെ, ചെറുത്തുനിൽപ്പിൻ്റെ പ്രതീകമായി ഏറ്റവും വലിയ അടയാളപ്പെടുത്തുന്ന ഗസയിലെ മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബോംബിനും ഒരു വെടിയുണ്ടതിനും അവരെ പ്രാപ്തരാക്കി അചഞ്ചലമായ വിശ്വാസം കാലത്തിന്റെ കണക്കുസലത്തിൽ അടയാളപ്പെടുത്തുന്ന വിവാചകമായി മാറി. ഗസ ലോകത്തെ വിജയക്കൊടി പാലിക്കുന്ന സമയം വിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്ക് കാണാൻ സാധിക്കട്ടെ. അവരുടെ വേദനകൾക്ക് അവരനുഭവിച്ച ത്യാഗത്തിന് തീർച്ചയായും കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും.